തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ സമർപ്പണം തുടരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. കൽപ്പറ്റയിൽ രാഹുലിന്റെ റോഡ് ഷോ. പത്രിക സമർപ്പിച്ച് ആനി രാജയും എളമരം കരീമും അടക്കമുള്ള പ്രമുഖർ. തൃശൂരിൽ ടിറ്റിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് എഫ്ഐആർ. വിനോദിനെ പ്രതി തള്ളിയിട്ടത് പിന്നിൽ നിന്ന്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. രജനീകാന്ത് മദ്യപിച്ച് ജോലിക്കെത്തുന്ന ആളെന്ന് ബാർ ഹോട്ടൽ ഉടമ കേരള വിഷൻ ന്യൂസിനോട്. വിനോദിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം. വയനാട് മൂന്നാനക്കുഴിയിൽ കടുവ കിണറ്റിൽ വീണത് മൂന്നാനക്കുഴി സ്വദേശി ശ്രീനാഥിന്റെ വീട്ടിലെ കിണറിൽ. കടുവയെ മയക്കുവെടി വെക്കാൻ തീരുമാനം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന് വിടചൊല്ലി നാട്. തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 75 രൂപ കൂടി 1 പവൻ സ്വർണത്തിന് 51,000 കടന്നു. അരുണാചലിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. വട്ടിയൂർക്കാവ് പോലീസ് അരുണാചലിലേക്ക്. മരിച്ച നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. IPL ഇന്ന് കൊൽക്കത്ത ഡൽഹിയെ നേരിടും. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗാൾ പോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ.